പബ്ലിക് സ്ഥലങ്ങളിലും ഹോട്ടലുകളിൽ താമസിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ഫ്രീ വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ടല്ലേ. പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന വിശ്വാസത്തിൽ സൗജന്യമായി ലഭിക്കുന്ന ഇത്തരം വൈഫൈ എത്രമാത്രം സുരക്ഷിതമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താറുമില്ല. പലപ്പോഴും പബ്ലിക് വൈഫൈയിലോ അൺനോൺ വൈഫൈയിലോ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണുകളും ബാങ്കിംഗ് ആപ്പുകളും അപകട സൂചന നൽകാറുമുണ്ട്. പാസ്വേഡ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള WPA എൻക്രിപ്ഷൻ ഇല്ലാതെ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്ന കാരണത്താലാണ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഇത്തരം വാർണിംഗ് മെസ്സേജുകൾ നൽകുന്നത്. ചിലപ്പോൾ വളരെ ലളിതമായ പാസ്വേഡ് ഉള്ളതോ സ്റ്റാർബക്സ് ഫ്രീ വൈഫൈ എന്ന പേരിലുള്ളതോ ഒക്കെ ആയ ഫേക്ക് വൈഫൈകളുടെ കെണിയിലും അറിയാതെ നമ്മൾ ചെന്നെത്താറുമുണ്ട്. എൻക്രിപ്ഷൻ ഇല്ലാത്തതോ വളരെ വീക്കായ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നതായ ഇത്തരം വൈഫൈകളുടെ പുറകിൽ ഹാക്കർമാർ പലപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാവും. വളരെ കോമൺ ആയി ലഭിക്കുന്ന 2.4 GHz പബ്ലിക് വൈഫൈയിൽ പലപ്പോഴും ഏറ്റവും വീക്കായ WPA എൻക്രിപ്ഷൻ മാത്രമായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഡിവൈസുകളുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി പ്രോബ്ലം ഒഴിവാക്കുന്നതിന് വേണ്ടി പബ്ലിക് വൈഫൈയിൽ പ്രൊട്ടക്ഷൻ പ്രോട്ടോകോൾ ഒന്നും ഉപയോഗിച്ചിട്ടും ഉണ്ടാവില്ല. എന്നിരുന്നാലും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പബ്ലിക് വൈഫൈ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ മൊബൈൽ ഫോണിലെ വൈഫൈ സെറ്റിംഗ്സിൽ നിന്നും WPA 2 അല്ലെങ്കിൽ WPA 3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ബാങ്കിംഗ് പോലെയുള്ള പ്രധാനപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പബ്ലിക് വൈഫൈയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം സുരക്ഷാ വീഴ്ചകൾ വീടുകളിൽ സംഭവിക്കാതിരിക്കുവാൻ മോഡങ്ങളുടെ വൈഫൈ സെക്യൂരിറ്റി പ്രോട്ടോകോൾ കൃത്യമായി കോൺഫിഗർ ചെയ്യാനും ഓർത്തുവയ്ക്കുക. ഇനിയെങ്കിലും ഫ്രീ വൈഫൈ എന്ന് കാണുന്നതല്ല മൊബൈലിൽ കണക്ട് ചെയ്ത് അബദ്ധത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സേവ് വിത്ത് യു.